ഹായ്, ഞാൻ ഡോക്ടർ ശ്രുതി. നിങ്ങൾക്ക് അനേകർക്കുമുള്ള ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസിനെ കുറിച്ച് ഉത്തരങ്ങൾ പറയാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ചിലർക്ക് ആരോഗ്യത്തിനെക്കുറിച്ച് കുറച്ചധികം കൺസേൺസ് ഉണ്ടാവും, ചിലർക്ക് ആവശ്യത്തിനധികം കൺസേൺ ഉണ്ടാവില്ല. രണ്ട് തരത്തിലുള്ളവർക്കും പലതരത്തിലുമുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒരുപക്ഷെ ഇതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടായിരിക്കും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ആരോഗ്യത്തിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവം നിങ്ങളുടെ ഡയറ്റാണ്. എന്തുകൊണ്ടാണ് ഡയറ്റ് ഇത്രയധികം ഇമ്പോർട്ടൻറ്റ്? നമുക്ക് ഡെഫിനറ്റ്ലി ഒരു മനുഷ്യന് വേണ്ടത് വസ്ത്രം, നമുക്ക് പാർപ്പിടം, പിന്നെ നമ്മൾ ഭക്ഷണം. ഇത് മൂന്നും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും നമ്മൾ പലപ്പോഴും ഓവർലുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ആവശ്യത്തിന് ശ്രദ്ധ കൊടുക്കാത്ത ഒരു മേഖലയാണ് ഡയറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത്. ഒരു സാധാരണ മനുഷ്യന് എന്തൊക്കെ സാധനങ്ങളാണ് ഡയറ്റിൽ ആവശ്യമായി വരുന്നത്? ആദ്യം നിങ്ങളുടെ ഡയറ്റിൽ ഒരുപക്ഷെ എല്ലാവരും അധികം കൺസ്യൂം ചെയ്യാത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമാണ്. എന്തുകൊണ്ടാണ് വെള്ളം ഇത്രയധികം ഇമ്പോർട്ടൻറ്റ്? നിങ്ങളുടെ ഒരു നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ വാട്ടർ എന്ന് പറയുന്നത് വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് വാട്ടർ നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിനെ മാത്രമല്ല, നിങ്ങളുടെ സ്കിൻ, നിങ്ങളുടെ ഹെയർ, അതുമാത്രമല്ല നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെയും പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരുപക്ഷെ കൂടുതൽ അധികം വെള്ളം എടുക്കാത്ത ഒരാളാണ്, അധികം വെള്ളം കുടിക്കാത്ത ഒരാളാണെങ്കിൽ കാലക്രമേണ അത് നിങ്ങളുടെ പല ഓർഗൻസിനെയും എഫക്റ്റ് ചെയ്യുകയും നിങ്ങൾക്ക് സിവിയർ ഡീഹൈഡ്രേഷൻ പോലുള്ള ഒരുപാട് പ്രോബ്ലംസിലേക്ക് അത് പോവുകയും ചെയ്യും. എന്നാൽ ചില കണ്ടീഷൻസിൽ ഡോക്ടർ സ്പെസിഫിക് ആയിട്ട് ഞങ്ങളോട് വെള്ളം അധികം കുടിക്കരുതെന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാവും. അതൊരു പക്ഷേ റീനൽ പേഷ്യൻസ് അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖമുള്ള പേഷ്യൻസിന്, വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖമുള്ള പേഷ്യൻസിനായിരിക്കും ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് പറയുന്നത്. എന്നാൽ ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ദിവസം മിനിമം 2 to 3 liters ഓഫ് വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം എന്നാണ് പറയുക. പലപ്പോഴും നമ്മൾ കാണുന്നത്, ഒരുപാട് പേര് പറയാറുണ്ട്, ഞാൻ ജ്യൂസ് കുടിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ കോഫി കുടിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ വെള്ളമായിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ജ്യൂസ്, കോഫി, ചായ ഇങ്ങനത്തെ എന്ത് തരം സാധനങ്ങൾ കുടിച്ചാലും അതിനകത്ത് ഉണ്ടാകുന്ന ചേരുവകൾ വളരെ വളരെ ഒരുപക്ഷെ അത്ര നല്ല കാര്യങ്ങളായിരിക്കില്ല. നിങ്ങൾക്ക് അത് നോർമലിനെക്കാട്ടിലും ഇൻഫാക്റ്റ് ഒരുപാട് ബാഡ് ഇഫക്ട്സ് കൊണ്ടുവരുന്ന സാധനങ്ങളായിരിക്കും. കാരണം ഇതിനകത്ത് നിങ്ങൾ ഷുഗർ പോലുള്ള ആവശ്യത്തിലധികം അനാവശ്യമായിട്ടുള്ള കണ്ടൻസും നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ആലോചിക്കുക, വെനെവർ എ ഡോക്ടർ ടെൽസ് യു നിങ്ങൾ വെള്ളം അധികമായി കുടിക്കണം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഇൻടേക്ക് കൂട്ടണം എന്ന് പറയുമ്പോഴേക്കും അത് നിങ്ങളുടെ ഷുഗർഡ് വാട്ടർ അല്ലെങ്കിൽ കെഫിനേറ്റഡ് വാട്ടർ അതൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്യുവർ അൺഅഡൾട്രേറ്റഡ് സാധാരണ ഡ്രിങ്കിങ് വാട്ടറാണ്. വെള്ളം പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാവുന്ന കുറേ അധികം ഇൻഗ്രീഡിയൻസ് കാണും നിങ്ങളുടെ ഡയറ്റിൽ ചേർക്കാനുള്ളത്. കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവണം, പ്രോട്ടീൻസ് ഉണ്ടാവണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ് ഫാറ്റ്സ് ഉണ്ടാവണം, നിങ്ങൾക്ക് ഷുഗേഴ്സ് ഉണ്ടാവണം, അതുപോലെ തന്നെ എനർജി തരുന്ന സാധനങ്ങൾ ഉണ്ടാവണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതൊക്കെ എത്ര പ്രൊപ്പോർഷൻസിലാണ് ആവശ്യമെന്നുള്ളത് ഓരോ ആൾക്കാരിലും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് തന്നെ ആവണം ഈ വക ഡിസിഷൻസ് എടുക്കുക. നമ്മളുടെ സൗത്ത് ഇന്ത്യൻ ഡയറ്റ് നോർമലി ഒരു മോർ ഓർ ലെസ് ഒരു ഹോൾസം ഡയറ്റാണ്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന കണ്ടന്റ് എന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഷുഗറാണ്. ഷുഗർ അല്ലെങ്കിൽ മധുരം എന്ന് പറയുന്നത് അതൊരു ഹാബിച്വൽ ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് ആക്ച്വലി അത് കണ്ടിന്യൂസ്ലി ആവശ്യമുള്ളൊരു സാധനമല്ല. അതുമാത്രമല്ല, ഷുഗർ പോലുള്ള സാധനങ്ങൾ നമ്മൾ പലപ്പോഴും ഓവർ കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഓൾവേസ് റിമെമ്പർ, ഡോണ്ട് ഓവർ യൂസ് sugar. ഇഫ് പോസിബിൾ നിങ്ങളുടെ ഡെഫിനറ്റ് ആയിട്ടുള്ള റെഗുലർ ഡയറ്റിൽ ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാമെങ്കിലും അതിന് ഒരുപാട് അധികം ബെനിഫിറ്റ്സ് ഉണ്ട്. പലപ്പോഴും നമ്മൾ കരുതുന്നത് എന്താ, നമുക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ മാത്രമേ നമ്മൾ ഷുഗർ കഴിക്കാണ്ടിരിക്കാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ ഒരിക്കലുമല്ല. നിങ്ങൾ ഇപ്പം തന്നെ നല്ലതായിട്ട്, ഇപ്പോൾ ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾ ഒരു ഇറ്റ്സ് എ ഹ്യൂജ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ദാറ്റ് ഹസ് ഹാപ്പൻഡ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഡയറ്റിൽ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഷുഗറിൻ്റെ അളവ് നന്നായി കുറച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് അങ്ങോട്ട് ഭാവിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് കൊണ്ടുവരും. ഷുഗർ റെഡ്യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ സ്കിന്നിൽ അതിൻ്റെ ഗ്ലോ ഉണ്ടാവും, നിങ്ങളുടെ ഓവറോൾ ഡയറ്റിലും ഓവറോൾ മെറ്റബോളിസത്തിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. അതുമാത്രമല്ല, നിങ്ങളുടെ ബോഡി ബാക്കി നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന കണ്ടൻസിൽ നിന്നും ഷുഗറിൻ്റെ ആവശ്യം റിപ്ലനിഷ് ചെയ്യും. അതായത് നിങ്ങൾ ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക, നിങ്ങൾ വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക, ഇങ്ങനത്തെ സാധനങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ള എനർജിയും ഷുഗറും കിട്ടുക. അപ്പോൾ ഡെഫിനറ്റ്ലി അതായിരിക്കണം നിങ്ങളുടെ ചോയ്സ് ആൻഡ് നോട്ട് കൺസ്യൂം
കൺസ്യൂമിങ് ടു മച്ച് ഓഫ് ഷുഗർ. പക്ഷേ ഒരിക്കലും കരുതരുത് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഷുഗറേ കൺസ്യൂം ചെയ്യുന്നില്ല എന്നൊരു പോയിന്റിലോട്ട് പോകരുത്. ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴോ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഓഫർ ചെയ്യുമ്പോഴോ ഒരല്പം ഷുഗർ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ബട്ട് ഓൾവേസ് നോ വേ ടു ഡ്രോ ദ ലൈൻ. ഒരിക്കലും നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു യെസ് ഓർ നോ എന്ന് പറഞ്ഞൊരു ഇതിൽ പോകാതെ ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമുള്ള ക്വാണ്ടിറ്റീസ് കൺസ്യൂം ചെയ്യുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ചോദിക്കുന്നത്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോഴേക്കും ഏതൊക്കെ ഫ്രൂട്ട്സ് കഴിക്കണം, ഏതൊക്കെ ഫ്രൂട്ട്സ് കഴിക്കരുത്, അല്ലെങ്കിൽ ഏതൊക്കെ വെജിറ്റബിൾസ് കഴിക്കണം, ഏതൊക്കെ കഴിക്കരുത് എന്നുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കൂടുതൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുവാണെങ്കിൽ ഫ്രൂട്ടും വെജിറ്റബിളും എന്ത് ഫോമിൽ കഴിക്കുന്നതാണ് നല്ലത്. പലർക്കും തോന്നാറുണ്ട് എല്ലാം കൂടി ഒന്ന് ജ്യൂസ് ചെയ്ത് കഴിച്ചാൽ അത് വളരെ എളുപ്പമല്ലേ എന്നുള്ളത്. പക്ഷേ ഹിയേഴ്സ് ദ പ്രോബ്ലം. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രൂട്ടിലുള്ള കണ്ടൻസ് കൂടുതൽ വളരെ ഗുഡ് ഫോമിൽ കിട്ടണമെങ്കിൽ ജ്യൂസ് ആയിട്ടല്ല അതിനെ ഫുള്ളായിട്ട് കൺസ്യൂം ചെയ്യാൻ തന്നെ നോക്കണം. കാരണം നമ്മളുടെ ഡൈജഷന് വേണ്ടിയിട്ടുള്ള ഒത്തിരി അധികം പ്രോസസ്സസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ടാവും. അതിലൊരു ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ് ച്യൂയിങ് എന്ന് പറയുന്നത്. ച്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ വായിൽ ഉണ്ടാകുന്ന സലൈവ, ദാറ്റ് ഈസ് ഓൾസോ ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് നിങ്ങളുടെ ബാക്കി ഗ്യാസ്ട്രിക് ജ്യൂസസ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വെറുതെ ജ്യൂസ് മാത്രം കഴിച്ചത് കൊണ്ട് ഗുണം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ആസ് മച്ച് ആസ് പോസിബിൾ നിങ്ങൾ അതിൻ്റെ ഹോൾസം ഫോമിൽ തന്നെ കഴിക്കാൻ നോക്കുക. അതായത് വായിക്കകത്ത് കടിച്ച് നന്നായിട്ട് അതിനെ രസിച്ച് ച്യൂ ചെയ്ത് തന്നെ കഴിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട് കഴിക്കുന്നത് കൊണ്ടുള്ള കംപ്ലീറ്റ് ഉപയോഗവും വരത്തുള്ളൂ. ഇനി ജ്യൂസസ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫോമിലും എടുക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരിക്കലും ജ്യൂസ് മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യരുത്. വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും വേറൊരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രൂട്ട്സിനെ നമ്മൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സിനെ നമ്മൾ ജ്യൂസ് ആക്കുമ്പോഴേക്കും നമ്മൾ അതിൽ അനാവശ്യമായിട്ട് വെള്ളം ചേർക്കാറുണ്ട്, അനാവശ്യമായിട്ട് നമ്മൾ അതിലേക്ക് സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാറുണ്ട്. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ അതിനെ ഹോൾസം ഫോമിൽ എടുക്കാൻ പറയുന്നത്. എന്നാൽ ചില ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ചില വെജിറ്റബിൾസ്, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ലെമൺസ്, അത് ഒരുപാട് നല്ല വൈറ്റമിനുള്ള സോഴ്സാണ്. അതിനകത്ത് ഒത്തിരി അധികം സിട്രിക് കണ്ടൻറ്റ് ഉണ്ട്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ആൻറ്റി ഓക്സിഡൻറ്റ്. എന്നാൽ ലെമൺസ് ഒരിക്കലും നമുക്ക് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ട്. പക്ഷേ ലെമൺസ് പോലുള്ള സാധനങ്ങൾ നിങ്ങൾ ജ്യൂസ് ചെയ്ത് കുടിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. സോ ഓൾവേസ് വളരെ വൈസായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. പിന്നെ എന്ത് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എന്ത് വെജിറ്റബിൾ കഴിക്കണം എന്നുള്ളത് നിങ്ങൾ ഏത് റീജിയനിലാണോ താമസിക്കുന്നത് അവിടുത്തെ ഇപ്പോഴത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ ഏതാണ്, സീസണലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഏതാണ്, അങ്ങനെ കൺസ്യൂം ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. പലപ്പോഴും പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് ഡയറ്റീഷ്യൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് പേര് പറഞ്ഞിട്ടുള്ള കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സോ എക്സോട്ടിക് ആയിട്ടുള്ള വെജിറ്റബിൾസോ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമേ കഴിക്കത്തുള്ളൂ എന്നാക്കും. പക്ഷേ അത് ലോങ് ടേമിൽ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ആ ഒരു ഹാബിറ്റ് പാടായിരിക്കും. കാരണം ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് നമ്മളുടെ ലോക്കൽ റീജിയനിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഓഫ് സീസണിൽ ഇത് അവൈലബിൾ അല്ലാണ്ട് വരും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ എന്തുകൊണ്ടും നല്ലത് ലൈക്ക് ഐ സെഡ് റീജിയണലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും ആ സീസണിന് റെലവൻ്റ് ആയിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് ഏതാണോ അത് കൺസ്യൂം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക.